എല്ലാവർക്കും V4 ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഡൈനിറ്റി എന്ന് പറഞ്ഞ ഈ 12 ഇഞ്ച് സബ് വൂഫറിൻ്റെ കോയിലും പേപ്പറൊക്കെ മാറ്റിയിട്ട് എങ്ങനെ പഴയ വർക്കിംഗ് ആക്കി മാറ്റാം എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. നമുക്ക് വീഡിയോ തുടങ്ങാം. ഇതൊരു 12 ഇഞ്ചിൻ്റെ ഒരു 200 വാട്ട് RMS ഉള്ള ഡൈനിറ്റിയുടെ ഒരു സബ് വൂഫറാണിത്. ഈ 12 ഇഞ്ച് സബ് വൂഫർ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഇതിൻ്റെ കോയിലാണ്. ഇതാണ് ഇതിൻ്റെ കോയിലെന്ന് പറയുന്നത്. നമ്മൾ ഈ കോയിലുകൾ ഇതിപ്പോൾ ഇതിൻ്റെ കോയിൽ തന്നെയാണ്. നമ്മൾ പുതിയ കോയിലുകൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചെങ്കിൽ ഇതിലിങ്ങനെ ഫ്രീ ആയിട്ട് വേണം പോകാനായിട്ട്. അതേമാതിരി ഫ്രീ ആവണം, അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതിൻ്റെ വാട്ടേജും ഓംസും കറക്റ്റായിട്ട് നോക്കിയിട്ട് മേടിക്കുക. ഇതേമാതിരി ഫ്രീ ആയിട്ടുള്ള ഒരു കോയിൽ. അതേമാതിരി തന്നെ സ്പൈഡർ ഇതേമാതിരി അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മുട്ടാവുന്ന രീതിക്കുള്ള സ്പൈഡർ മേടിച്ചോളൂ. അതേമാതിരി പേപ്പർ, അതേമാതിരി അതിൻ്റെ ഡസ്റ്റ് ക്യാപ്പ്, ഇത് പഴയതാണ്, ഇതിൻ്റെയാണ്. പിന്നെ ലീഡ് വയറുകൾ, അത്രയും സാധനം വേണ്ടത്. പിന്നെ നമുക്ക് ഒട്ടിക്കാനായിട്ട് പശ, റൾഡേറ്റിൻ്റെ പശ, അത് ക്ലിയർ മേടിച്ചോളൂ. ക്ലിയർ എന്ന് പറഞ്ഞ സംഭവം മേടിച്ചോളൂ. സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്. ക്ലിയറാണ് നമുക്ക് ആവശ്യം. ക്ലിയർ മേടിച്ചാലാണ് ഇത് നടക്കുള്ളൂ. വേറൊരു പശ മേടിച്ചാലും ഇത് ശരിയാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് എക്സ്ട്രാ ഷീറ്റ് വേണം. ഇത് ഈ കോയിൽ അലൈൻ ചെയ്യാനായിട്ടുള്ള എക്സ്ട്രാ ഷീറ്റ് വേണം. ഇത്രയും ഉണ്ടായി നമുക്ക് പണി തുടങ്ങാം. നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഈ കോയിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അലൈൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ ഈ കണക്ടറിൻ്റെ അവിടെ ഈ കോയിലിൻ്റെ ലീഡുകൾ വരാൻ പാകത്തിന് വെച്ചിട്ട് വേണം നമ്മളത് അലൈൻ ചെയ്യാനായിട്ട്. അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയാണെങ്കിൽ പിന്നെ അത് രണ്ടാമത് എടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കിത് കോയിൽ ആദ്യം അലൈൻ ചെയ്ത് വയ്ക്കാം. കോയിൽ നല്ല ടൈറ്റായിട്ട് വേണം ഇരിക്കാനായിട്ട്. ഇതിൽ കാണിച്ചു തരാം. കോയിൽ നിന്നിട്ട് നമുക്ക് കുറച്ച് പൊക്കി വയ്ക്കണം. കണ്ടോ, ഈ ഒരു ലെവൽക്കാണ് നമ്മുടെ കോയിൽ ഇരിക്കേണ്ടത്. ഒരു ലേശം ഉയർന്നിട്ട് കണ്ട കോയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ പൊസിഷനിൽ വേണം നമ്മുടെ കോയിൽ വയ്ക്കാനായിട്ട്. അടുത്തായി നമുക്ക് സ്പൈഡറാണ് വയ്ക്കേണ്ടത്. ഈ സ്പൈഡർ കുറച്ച് ഹോള് വലിപ്പം കുറവുണ്ട്. അപ്പം നമുക്കതൊന്ന് വലിപ്പം കൂട്ടിയിട്ട് വയ്ക്കാതുണ്ട്. ഇതേമാതിരി ഫ്രീ ആയിട്ട് ഇറങ്ങാവുന്ന രീതിയിൽ വേണം ഈ സ്പൈഡർ കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അതേമാതിരി തന്നെ കോയിൽ നല്ല ടൈറ്റിലാണ് ഇരിക്കുന്നത്. ആ ടൈറ്റിൽ വയ്ക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോയിൽ ഈ സ്പൈഡർ വയ്ക്കുമ്പോൾ അനങ്ങില്ല. അപ്പോൾ മാക്സിമം ടൈറ്റിൽ ഈ കോയിൽ വയ്ക്കാൻ ശ്രദ്ധിച്ചോളാം. ഇനി നമുക്ക് ഈ സ്പൈഡർ നമുക്ക് പശ വെച്ച് ഒട്ടിക്കാം. നമ്മുടെ ഈ സ്പൈഡറിൻ്റെ പുറംഭാഗം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തു. അതാണ് കട്ട് ചെയ്തത്. നമ്മൾ സ്പൈഡറൊക്കെ കറക്റ്റ് അളവിന് വേണം കട്ട് ചെയ്തിട്ട് വയ്ക്കാനായിട്ട്. ഇനി നമുക്ക് ഈ സ്പൈഡർ ഒട്ടിക്കാം. ഈ പശ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ സെറ്റാവും. അതുകൊണ്ട് ആവശ്യമുള്ള പശ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ തേച്ച് കൊടുക്കുക, അതല്ലെങ്കിൽ കട്ടയാവും. ഇനി നമുക്ക് സ്പൈഡർ ഒട്ടിക്കാം. ഇനി നമുക്ക് ഈ കോയിലിൻ്റെ സൈഡിൽ പശ തേച്ച് ഒട്ടിക്കാം.
ഈ പശ പെട്ടെന്ന് സെറ്റാണ് പറഞ്ഞുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പശ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കൂടുതലെടുത്ത് വയ്ക്കരുത്, അത് സെറ്റാവും, പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് പശ തേച്ച് കൊടുക്കാം. കോയിലിൻ്റെ എല്ലാ സൈഡിലും പശ തേക്കുക. പിന്നെ നമ്മൾ ആ കോയിലിൻ്റെ സ്പൈഡർ കട്ട് ചെയ്തിട്ട് എന്തെങ്കിലും വലിപ്പം കൂടുതലുണ്ടെങ്കിൽ ഇത് കൂടെ പശ താഴത്തേക്ക് ഇറങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചോളാം. അതല്ലെങ്കിൽ താഴത്തിറങ്ങി അവിടെ സെറ്റാവും. അപ്പോൾ പശ ഒന്നും ഇവിടെ ഒന്നും ഇറങ്ങണില്ല, അത് ശ്രദ്ധിച്ചോളാം. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഉണക്കാനായിട്ട് വയ്ക്കാം. നമ്മുടെ സ്പൈഡറൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അടുത്തായി നമുക്ക് പേപ്പർ ഒട്ടിക്കാം. ഈ പേപ്പർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇതേമാതിരി മുന്നത്തെ തന്നെ ഫ്രീ ആയിട്ട് ഇറങ്ങണം. നമ്മുടെ ഈ പേപ്പറിൻ്റെ ഹോൾ കുറച്ച് വലിപ്പക്കുറവുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് നമ്മുടെ പേപ്പർ അതിലേക്ക് ഇറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് പശ തേച്ച് കൊടുക്കാം. ഫെവി ബോണ്ട് പശയാണ് നമ്മൾ എടുക്കുന്നത്. അതിന് പുറം ഭാഗം ഒട്ടിക്കാനായിട്ട് നന്നായി പശ തേച്ച് കൊടുക്കുക. പേപ്പറിൻ്റെ പുറത്തും പശ തേച്ച് കൊടുക്കുക. എന്നിട്ടൊരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് വലിയുമ്പോൾ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ സ്ക്രൂവിൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് നോക്കിക്കോളാം. അതല്ലെങ്കിൽ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ വൃത്തികേടാവും, പിന്നെ വേറെ ഹോൾ അടിക്കേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ട് പശ വെച്ചിട്ട് ഒട്ടിക്കുക. ഇനി നമുക്ക് ആ കോയിലിൻ്റെ സൈഡിൽ ഒട്ടിക്കാം. അതിന് നമ്മൾ അറാൾഡേറ്റിൻ്റെ പശയാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കോയിലിൻ്റെ സൈഡിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം, പശ തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വയ്ക്കാം. നമ്മുടെ പേപ്പറും കോയിലൊക്കെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ഷീറ്റുകൾ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇത് നമ്മുടെ കോയിൽ നമ്മൾ ഫ്രീ ആയിട്ട് മൂവ് ആവുന്നുണ്ട്. എവിടെയും കോയിലൊന്നും അറിയണമൊന്നുമില്ല. പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ ഈ കോയിൽ ഉയർന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത്, താഴത്തേക്ക് പോയിട്ടില്ല. കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ കണക്റ്റിംഗ് ലീഡുകൾ കൊടുക്കാം. കണക്ട് ചെയ്യുമ്പോൾ ചുറ്റിയിട്ട് നമുക്കത് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. നന്നായി സോൾഡർ ചെയ്യാം. ഇനി ആ കണക്ട് ലീഡിൻ്റെ അവിടെയൊക്കെ നമുക്ക് പശ തേച്ച് കൊടുക്കാം. കാര്യം തെച്ചിങ്ങി ഇതൊക്കെ ഇളകുന്ന സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ പശ നന്നായിട്ട് തേച്ച് കൊടുക്കാം. നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇനി ബാക്കിലത്തെ ലീഡ് വയറുകൾ സോൾഡർ ചെയ്യാം. നമ്മുടെ സബ്വൂഫറിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അതിലോട്ട് ഒട്ടിയിട്ടൊക്കെ ഉണ്ട്. നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ ലീഡ് വയറൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ലീഡ് വയറുകൾ നമ്മൾ വൈഡാക്കിയിട്ട് തന്നെ ചെയ്തോളാം, അതല്ലെങ്കിൽ ഇത് ഷോർട്ടാവും, അത് ശ്രദ്ധിച്ചോളാം. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. നമ്മളിപ്പോൾ ഒരു 12 വോൾട്ട് സപ്ലൈ വിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. കോയിൽ അനങ്ങുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല, നന്നായിട്ട് അനങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. അതിനായിട്ട് 2 വയറുകൾ സോൾട്ട് ചെയ്തെടുക്കാം. ഇത് ആംപ്ലിഫയറിലേക്ക് കൊടുക്കാം. Play by USB drive.
നമ്മുടെ സബ് വൂഫർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഡസ്റ്റ് ക്യാപ്പ് ഔട്ട് ചെയ്യാം. നമ്മുടെ വൂഫറിൻ്റെ ഡസ്റ്റ് ക്യാപ്പൊക്കെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. എല്ലാ പണികളും നമ്മുടെ സബ് വൂഫറിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണമുണ്ട്. ഇതേമാതിരി കംപ്ലൈൻ്റ് ആയിട്ടുള്ള സബ് വൂഫറുകൾ നമുക്ക് കോയിലും പേപ്പറൊക്കെ മാറ്റിയിട്ട് പഴയ കണ്ടീഷനിലാക്കി മാറ്റാൻ പറ്റുന്നതാണ്. ഇതേമാതിരിയുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണത്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.